ഹിസ്റ്റോപത്തോളജി ആൻഡ് സൈറ്റോളജി നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിയേക്കാം. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ ടിഷ്യൂ ഫിക്സേറ്റീവ് ഇസ് നോട്ട് ട്രൂ? ശരിയല്ലാത്തതാണ് ഫിക്സേറ്റീവിനെ സംബന്ധിച്ച് ചോദിച്ചിരിക്കുന്നത്. പ്രിസർവ് സെൽ ആൻഡ് ടിഷ്യൂ ബൈ പ്രിവെൻറ്റിംഗ് ഓട്ടോലൈസിസ് ആൻഡ് പുട്രിഫാക്ഷൻ. യെസ്, അത് ഫിക്സേഷൻ്റെ ഡെഫിനിഷനാണ്, കറക്റ്റാണ്. ഹാർഡ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ശരിയാണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആക്സലറേറ്റ് ഫിക്സേഷൻ അതും കറക്റ്റാണ്. പ്രൊലോങ്ഡ് ഫിക്സേഷൻ പ്രിസർവ്സ് ആൻറ്റിജെൻസിറ്റി എല്ലാം ശരിയാണോ? അല്ല. ആൻറ്റിജെൻസിറ്റി ഒന്നും ഒരുപാട് തന്നെ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞൊന്നും എന്ത് ചെയ്യില്ല, പ്രിസർവ് ചെയ്യപ്പെടില്ല. സോ ഇറ്റ്സ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. Then which of the following is not a clearing agent? ഈഥൈൽ ആൽക്കഹോൾ, സിഡാർ wood oil, ബെൻസിൻ, സൈലിൻ. നമുക്കറിയാം ഈഥൈൽ ആൽക്കഹോൾ ആണ് ഈ കൂട്ടത്തിൽ നിന്ന് കണ്ണും പൂട്ടിയ ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റും അല്ലേ. എന്ത് ഫിക്സേറ്റീവ് ക്ലിയറിംഗ് ഏജൻറ്റ് അല്ലാത്തത്. ദെൻ ഇൻ ഹിസ്റ്റോപത്തോളജി ഹോണിങ് ഈസ് എ പ്രോസസ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നൈഫിനെ പോളിഷ് ചെയ്യാനാണോ ഷാർപ്പൻ ചെയ്യാനാണോ? അതല്ലേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡൗട്ട്. അയ്യോ പോളിഷിംഗ് ആണോ ഹോണിങ് അതോ സ്ട്രോപ്പിംഗ് ആണോ പോളിഷിംഗ് എന്നുള്ളൊരു ഡൗട്ടായിരിക്കും അല്ലേ പെട്ടെന്ന് മനസ്സിൽ വരിക. സംഭവം എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, അതായത് ടു ഷാർപ്പൻ നൈഫ് ബൈ റിമൂവിങ് നിക്സ് ഒക്കെ മാറ്റി ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഹോണിങ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സ്പെഷ്യൽ ഫിക്സേറ്റീവ് ഫോർ സൈറ്റോളജിക്കൽ പ്രിപ്പറേഷൻ ഓഫ് സ്പ്യൂട്ടം എന്ന് പറയുന്നത് ഏതാണ്? യെസ്, നമ്മുടെ സ്പ്യൂട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരണം ആരാണത്? സാക്രോമണോസ് ഫിക്സേറ്റീവ് ആണ് അല്ലേ. ദെൻ സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാർബോഡി ഏതാണ്? ഇതിൽ ഏത് മെത്തേഡാണ്? ബാർബോഡി ബി, അത് വെച്ച് കണക്ട് ചെയ്യുക. ബേബ്രിഡ്ജ്, സ്കാർലറ്റ് ആൻഡ് ഫാസ്റ്റ് ഗ്രീൻ മെത്തേഡാണ്. ഓക്കെ, മീഥൈൽ ഗ്രീൻ അല്ല, പാപ്സ്റ്റെയിൻ അല്ല, ഷോസ്റ്റെയിൻ അല്ല. ആൻസർ വരുന്നത് ഏതാണ്? ബേബിജ് സ്കാർലറ്റ് ആണ്. ഓക്കെ, അത് ബി വെച്ച് കൊടുത്തിരിക്കുക ബാർബോഡി സ്റ്റെയിനിങ്. ദെൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് ഏതായിരിക്കും? തീർച്ചയായും അത് 95% ഈഥൈൽ ആൽക്കഹോൾ തന്നെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കെമിക്കൽ റൈപ്പനിങ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ഹാരിസ് ഹെമറ്റോക്സിലിനീസ് ഏതാണ്? മെർക്കുറിക് ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഹാരിസ് ഹെമറ്റോക്സിനിലെ റൈപ്പനിങ് ഏജൻറ്റ് ഏതാണെന്ന് മനസ്സിലോർക്കുക. അതാരാണ്? മെർക്കുറിക് ഓക്സൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫോളോവിങ് എ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് എക്സെപ്റ്റ് ഏതാണ്? സിംഗസ് ഫ്ലൂയിഡ് ആണോ, ബോയിൻസ് ഫ്ലൂയിഡ് ആണോ, അതോ ബഫേർഡ് ന്യൂട്രൽ ഫോർമാലിൻ ആണോ, ക്ലാക്സ് ഫ്ലൂയിഡ് ആണോ? ഇതിൽ ഏതാണ് മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് അല്ലാത്തത് അല്ലേ? എക്സെപ്റ്റ് ഏതാണ്? ക്ലാക്സ് ഫ്ലൂയിഡ് ആണ്. ബാക്കിയെല്ലാം ഈ സെങ്കസ് ആയാലും ബോയിൻസ് ആയാലും ബഫേർഡ് ന്യൂട്രൽ ഫോർമാലിൻ ആയാലും അതൊക്കെ മൈക്രോ അനാറ്റമിക്കൽ ഫിക്സേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ബെസ്റ്റ് ക്ലിയറിംഗ് ഏജൻറ്റ് യൂസ്ഡ് ഫോർ റിസർച്ച് പർപ്പസ് ഏതാണ്? തീർച്ചയായിട്ടും അത് സെഡാർ വുഡ് ഓയിലാണ്. ഫോർ കട്ടിംഗ് തിൻ സെക്ഷൻസ് ഓഫ് മോസ്റ്റ് ടിഷ്യൂ ടെമ്പറേച്ചർ ഓഫ് ക്രയോസ്റ്റാറ്റ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് അല്ലേ. നമ്മൾ ഏതായിരിക്കും? -20°C ആ ക്രയോസ്റ്റാറ്റ്. സിംപ്ലി ക്രയോസ്റ്റാറ്റിൻ്റെ ടെമ്പറേച്ചറാണ് -20°C. ഫസ്റ്റ് പ്രഷൻ ബ്ലൂ റിയാക്ഷൻ ഈസ് ഡൺ ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ്. തീർച്ചയായിട്ടും അതെന്താണ്? ഹീമോസിഡ്രിൻ അല്ലേ, അയൺ കണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇരുമ്പ്. ഓക്കെ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്.